ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ കുറച്ച് പച്ചപ്പും ഹരിതാപയും എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല പച്ചപ്പ്. ഇതെന്താണെന്നറിയാമോ? എൻ്റെ മുറ്റത്ത് പുല്ല് കിളിച്ച് നിൽക്കുന്നതാണ്. അയ്യോ, മുറ്റം എല്ലാം അളിഞ്ഞ് നാറിക്കിടക്കുക. ഈ മഴ കാരണം മുറ്റത്തെ പുല്ലൊന്നും പറിക്കാൻ പറ്റത്തില്ലെന്നേ. എന്തോ ഒരു മഴയാണെന്നറിയാമോ? പിന്നെ മഴ തോരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കാണും. അപ്പോൾ പിന്നെ ഈ മുറ്റത്തെ പുല്ലെല്ലാം അങ്ങനെ അവിടെ നിൽക്കും. കുറച്ചൊക്കെ സമയം കിട്ടുമ്പോൾ പറിച്ച് കളയും. ഇന്ന് ഞാൻ ഞങ്ങളുടെ പറമ്പിലേക്ക് രാവിലെ ഒന്ന് ഇറങ്ങിയതാണ്. കുറച്ച് വെട്ടുചേമ്പിൻ്റെ തടയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ആകെ ഒരു മൂട് തെങ്ങുണ്ടായിരുന്നു, അതിൻ്റെ മണ്ടയെല്ലാം പോയി കിടക്കുന്നു. പിന്നെ ഈ കാണുന്നത് പൂജയ്ക്കൊക്കെ എടുക്കുന്ന പഴമില്ലേ, കദളിപ്പഴം, അതിൻ്റെ വാഴയാണ്. അതൊരാൾ അതിൻ്റെ കുഞ്ഞു തൈ തന്നതാണ്. ഞങ്ങളത് നട്ടുവെച്ച് ഇത്രയൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങളുടെ ഈ അയ്യം നിറയെ ഉണ്ടല്ലോ, പ്ലാവുണ്ടായിരുന്നു. 6-7 മൂട് പ്ലാവുണ്ടായിരുന്നു. ഇപ്പം എല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പം ആകെ ഈ മൂലയ്ക്ക് കാണുന്ന ഈ ഒരു പ്ലാവേ ഉള്ളൂ. അതേലാണ് ഈ കൊല്ലം ചക്കയും ഉണ്ടായില്ല. അതുകൊണ്ട് പ്ലാവൊന്നും ഇനി ഞങ്ങൾക്കില്ല. ഇനിയൊക്കെ കിളുത്തൊക്കെ വരണം. പിന്നെ ഞങ്ങളുടെ അയ്യത്തുള്ള ഒരു കാന്താരി തൈയാണ്. അതേ നിറയെ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ചക്ക വേവിക്കാനും കപ്പ വേവിക്കാനും തോരന് ചതയ്ക്കാനും ഒക്കെ ഞാൻ പറിക്കും കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കണ്ടോ, ഞങ്ങളുടെ അയ്യത്തെല്ലാം ഈ സാധനം, ഇതിന് മടന്തയെന്നാണ് പറയുന്നത്. ഇത് കുറേ ഇങ്ങനെ കിളുത്ത് നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ പറിച്ച് കളയും. പിന്നെ ഇങ്ങനെ അരികിലും മൂലയിലും ഒക്കെ ഇതുപോലത്തെ കുറേ പാഴ്ചെടികളും അതും ഇതുമൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. ഇത് എരിക്കാണ്, വെള്ള എരിക്ക്. പിന്നെ ഓരോന്ന് അവിടെ എവിടെയൊക്കെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുള്ളാത്തയുടെ തൈ ഒരാൾ തന്നതായിരുന്നു കേട്ടോ. അത് ഇതുപോലെ ഒത്തിരി അങ്ങ് മുകളിലേക്ക് പോയതാണ്. അതിൻ്റെ മണ്ടയൊക്കെ വെട്ടി ഇപ്പം വലിയ കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കറിവേപ്പൊക്കെ കണ്ടോ, ഒക്കെ മണ്ടയൊക്കെ പോയെന്നേ. കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചൊക്കെ കൊടുക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് മുകളോട്ട് കയറി വരുന്നില്ല. അത്യാവശ്യത്തിന് ഇച്ചിരി പച്ചമഞ്ഞളും അതും ഇതും എല്ലാം ഉണ്ട്. പിന്നെ ഈ ചാക്കിനകത്തിൽ ഇപ്പോൾ കണ്ടതേ, പച്ചക്കറിക്കകത്ത് നിന്ന് കിട്ടിയ ചേമ്പ് നട്ട് അത് കിളുത്ത് വന്നതായിരുന്നേ. അങ്ങനെ മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പഴുത്ത കാന്താരിയും പറിച്ച് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നതും എല്ലാമായിട്ട് ഞാൻ അകത്തോട്ട് കയറിയതാണ്. നിങ്ങൾ ഈ കാണുന്നുണ്ടോ, കുറച്ച് ഗോതമ്പ് അമ്മ തന്നത് ഇവിടെ ഇരുന്നതായിരുന്നേ. എൻ്റെ കഷ്ടകാലത്തിന് ഞാനതൊന്ന് എടുത്ത് കഴുകി ഒരു ദിവസം വെയിൽ കണ്ടപ്പോൾ. ഇപ്പം വെയിലും ഇല്ല, ഗോതമ്പാണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഇതൊരു തുണിയിലാക്കി ഇങ്ങനെ അവിടെ വിരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി ഒരുക്കി എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു. ഒരു 3-4 വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കിയൊക്കെ എടുത്ത് ചക്കക്കുരു പൊളിത്തമൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങ് കഴിഞ്ഞു. പിന്നെ എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ മെഴുക്ക് പുരട്ടിക്കകത്ത് എനിക്ക് നിറയെ തേങ്ങാക്കൊത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ. അതിനകത്ത് ഞാൻ കുറേ തേങ്ങാക്കൊത്തും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് എരിവിന്, ചക്കക്കുരുവിന് നല്ല ഇതുള്ളതല്ലേ. അപ്പോൾ കുറച്ച് എരിവ് പിടിക്കട്ടെ എന്ന് കരുതി കുറച്ച് എരിവിട്ട് നല്ലതുപോലെ ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വേകാൻ ആവശ്യത്തിന് വെള്ളവും വെച്ച് അടുപ്പത്തോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കൊന്ന് 1-2 കാര്യത്തിനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേന് ചക്കക്കുരുവിൻ്റെ നല്ല വെന്തങ്ങ് പറ്റി. പിന്നെ ഞാനതെടുത്ത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ടതാ. കണ്ട, ചീനിച്ചട്ടിയുടെ ചുവട്ടിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി പണിയാണ്, തേച്ച് കഴുകി എടുക്കണം. പിന്നെ ഇന്നലത്തെ സാമ്പാറും കുറച്ച് മീൻകറിയും തോരനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. ചോറുണ്ണുന്നത് വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി സത്യത്തിൽ. ഞാനപ്പോൾ എനിക്കുള്ള ചോറെടുത്ത് കുറച്ച് ചക്കക്കുരു മെഴുക്ക് പുരട്ടിയും സാമ്പാറും ഒക്കെ ആയിട്ട് അങ്ങനെ ഊണ് കഴിഞ്ഞ് ഒരു ഫോൺ വിളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തയ്ക്കാനായിട്ട് മുകളിലേക്ക് അങ്ങ് കയറി. അപ്പോൾ ഇന്നലെ ഞാനൊരു പകുതി ആക്കി വെച്ചിരുന്നത് ബാക്കി മുഴുമിച്ചില്ലായിരുന്നേ.
അപ്പോൾ ഇന്ന് വിചാരിച്ച് അതങ്ങ് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോഴത്തേനും എല്ലാം അങ്ങ് ചെയ്ത് വെച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയതാണ്. അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. ആ ഗ്രാനൈറ്റിൻ്റെ പുറത്തൊക്കെ കിളിയൊക്കെ വന്നിരുന്നപ്പോൾ ഇട്ട് ആകെപ്പാടെ വൃത്തികേടാക്കിയിട്ടേക്കുമായിരുന്നു. അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ച് ഒന്ന് വൃത്തിയാക്കി ചങ്ങിരിക്കുവാണെങ്കിൽ ആ ജോലി അങ്ങ് കഴിയുമല്ലോ. അങ്ങനെ ഇന്നലെ വെട്ടിയിട്ട തുണിയും പേപ്പറിൻ്റെയും അതും ഇതുമെല്ലാം അവിടെ ഒരു ബാസ്ക്കറ്റല്ല ഒരു കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് നിറയുമ്പോൾ അങ്ങ് എടുത്ത് കളയാമല്ലോ എന്ന് കരുതി വച്ചേക്കുക. അതിനകത്തോട്ടെല്ലാം കൂടെ തൂത്ത് കൂട്ടിയിടും. അല്ലെങ്കിൽ ഞാൻ ഈ മേളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ താഴെ കൊണ്ട് കളയാൻ നിൽക്കണ്ടേ. അപ്പോൾ അത് കാരണം ഇത് മേളിൽ ഇങ്ങനെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം നിറഞ്ഞു ഓൾറെഡി. ഇനി അതെടുത്ത് കളയണം. അങ്ങനെ അവിടുത്തെ ചപ്പും എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് കഴുകി തുടച്ചു വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ മെഷീനും ഒക്കെ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് തയ്ക്കാനെല്ലാം റെഡിയാകുവാണ്. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അത് ഏത് കൈത്തൊഴിലായാലും ശരി, നമ്മൾ അറിയാവുന്ന ജോലി നമ്മൾ ചെയ്യണം. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്തെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ. ഞാൻ പ്രീ പ്രൈമറി പഠിച്ച് എനിക്ക് പണ്ട് നേരത്തെ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ എനിക്കൊരിഷ്ടം തോന്നി സ്വന്തമായിട്ട് ഞാൻ പഠിച്ചതാണ് തയ്യൽ. കുറച്ചൊക്കെ ഇടത്തൊക്കെ തയ്യൽ പഠിക്കാൻ പോയെങ്കിലും അങ്ങനെ അവരങ്ങനെ ഒന്നും ഡീറ്റെയിലായിട്ടൊന്നും എന്നെ പഠിപ്പിച്ചൊന്നും തന്നില്ല. പിന്നെ ഞാൻ തന്നെ ഇപ്പം പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ എല്ലാത്തിൻ്റെയും നമുക്ക് വീഡിയോ കാണാൻ പറ്റുമല്ലോ. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. അപ്പം ഞാൻ തന്നെയൊക്കെ ഒരു ധൈര്യത്തിനൊക്കെ അങ്ങ് തയ്ച്ച് അങ്ങ് പഠിച്ചതാണ്. ഇപ്പം പിന്നെ എന്തെങ്കിലും പുതിയ മോഡലൊക്കെ കാണുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് യൂട്യൂബിൽ നോക്കും. എന്നിട്ട് ഒത്തിരിയും ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരി വർക്കൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മുത്തൊക്കെ ഒട്ടിക്കാനും ചെറിയ രീതിയിൽ തയ്ച്ച് പിടിപ്പിക്കാനൊക്കെ ആണെങ്കിൽ എനിക്കറിയാം. അല്ലാതെ ആരി വർക്കൊക്കെ പുറത്ത് ആളെ കൊണ്ട് ചെയ്യിച്ചിട്ട് കല്യാണ സാരിയുടെ ബ്ലൗസും ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ എനിക്ക് 2 വർക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ ഇതാണെങ്കിൽ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ഒരു ചുരിദാറാണ് തയ്ക്കുന്നത്. ഇത് ഈ കലങ്കാരി പോലത്തെ ഇപ്പോഴത്തെ മോഡൽ തുണിയുണ്ടല്ലോ, ആ തുണി അവർക്ക് കിട്ടിയപ്പോൾ എൻ്റെ കൊണ്ട് തന്നതാണ്. ഞാനപ്പോൾ അതിനൊരു ചെറിയ ഡിസൈനും ഒക്കെ കൊടുത്ത്, പുള്ളിക്കാരി ഇന്ന മോഡൽ വേണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റേതായ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ തയ്ച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കിക്ക്, ഇഷ്ടപ്പെട്ടോ? ഞാൻ പോയി എടുത്തതാണ് ഈ ചുമന്ന തുണി. എന്നിട്ട് എൻ്റെ ഒരിഷ്ടത്തിന് ഞാനത് കൈക്കും നെക്കിനും ഒക്കെ കൊടുത്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇങ്ങനെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ അറിയാം. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കി പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുവന്നിരുന്നു. പിന്നെ അവിടെ കിടന്ന ചപ്പും ഇപ്പം രണ്ടാമത് തയ്ച്ചതിൻ്റെ വേസ്റ്റുമൊക്കെ വെട്ടി എല്ലാം കൊണ്ടുവന്ന് വാരിയിട്ട് ഞാൻ ചുരിദാറുമായിട്ട് ഇങ്ങനെ താഴെ വന്ന് ഞാൻ തയ്ച്ച ചുരിദാർ കൊള്ളാവോ? ബാക്ക് ലൈനായിട്ടും ഫ്രണ്ടിലൊരു ചെറിയ ഗ്യാതറിങ് ഒക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആർക്കെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഒരുപാട് പൈസയൊന്നുമില്ല. നിങ്ങൾ ബുട്ടീക്കിലൊന്നും കൊടുക്കുന്ന അത്രയും ചാർജൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം കേട്ടോ. ഇതെൻ്റെ സ്വന്തമായ ഇഷ്ടത്തിൽ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അവരങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. ഇനി ചായയുടെ പരിപാടിയൊക്കെ നോക്കണം. അപ്പം ചേട്ടൻ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ചുകൊണ്ട് വന്നു. ഞാനെപ്പോഴും പറയാറില്ലേ, ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് ഒന്നിച്ച് 2 ലിറ്റർ പാലൊക്കെ ഒന്നിച്ചിതാ ഈ തൂക്കിനകത്തേക്ക് മേടിക്കും. അപ്പോൾ 2-3 ദിവസം നമുക്ക് പാലിൻ്റെ ആവശ്യത്തിന് ഓടേണ്ടി വരത്തില്ല. ഇതിങ്ങനെ കാച്ചി വെക്കും. അപ്പോൾ ഈ കാച്ചി വെക്കുന്ന പാലിൻ്റെ പാട എടുത്താൽ ഞാൻ അന്ന് ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ ഇത് മുഴുവനും കൂടെ ഒന്നിച്ച് ഞാനങ്ങ് കാച്ചി വെക്കും. കാച്ചി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ ഇതിൻ്റെ മുകളിൽ വരുന്ന ആ പാട എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ 2-3 പ്രാവശ്യത്തേതാകുമ്പോൾ അതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചുരുക്കിയാണ് വെണ്ണയുണ്ടാക്കി. പിന്നെ ആ വെണ്ണ ഉരുക്കി നെയ്യാക്കി വെക്കും. അതുകൊണ്ട് വീട്ടിലെ ആവശ്യത്തിനൊന്നും ഞാൻ അത് പണ്ടും അങ്ങനെയായിരുന്നു, നെയ്യൊന്നും വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഇനി ഈ പാല് കാച്ചിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ചായ ഇടണം. പിന്നെ കുളിക്കണം. വൈകിട്ട് രാമായണ മാസമല്ലേ, രാമായണം വായിക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഇനി പാല് നല്ലതുപോലെ
ഒന്ന് കാച്ചിയെടുക്കണം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇതാക്കണ്ട പാല് നല്ലപോലെ വെന്ത് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴ വരാൻ പോകുന്നു. അപ്പം ഇതിനിടയ്ക്ക് ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ അവിടോട്ട് ആ ഗോതമ്പൊക്കെ ഒന്ന് വെയിലത്തിട്ടായിരുന്നു. പിന്നെ അത് തിരിച്ചെടുത്ത് വെച്ചു. കണ്ടോ നല്ല സൂപ്പർ മഴ പെയ്ത്. സിറ്റൗട്ടിലെല്ലാം വെള്ളം കിടക്കുക. കണ്ടോ മുറ്റത്തെല്ലാം മഴ. ഇന്ന് പിള്ളേർക്കൊക്കെ സ്കൂൾ അവധിയായിരുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ച് പിള്ളേർക്ക് സ്കൂളില്ല. ഇനി നാളെ സ്കൂളുണ്ടോ എന്ന് ആർക്കറിയാം. എന്തായാലും നല്ല മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ വെള്ളക്കെടുതിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല തമിർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.